നമസ്കാരം. മലയാളം SCERT ചാനലിലേക്ക് സ്വാഗതം. 3ാം ക്ലാസ്സിലെ പൂമ്പാറ്റുമ്മ എന്ന പാഠമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ കഥ എഴുതിയത് ആരാണെന്നറിയോ? ഒരു ചെറിയ കുഞ്ഞാണ്, മെയ് സിത്താര. മെയ് സിത്താര എന്ന കുട്ടി സ്കൂളിൽ ചേരുന്നതിന് മുമ്പ് പറഞ്ഞുകൊടുത്ത് എഴുതിച്ച കഥകളാണ് സുട്ടു പറഞ്ഞ കഥകൾ എന്ന പുസ്തകം. സുട്ടു പറഞ്ഞ കഥകൾ, ആ പുസ്തകത്തിലെ ഒരു കുഞ്ഞു കഥയാണ് നമ്മുടെ ഈ പാഠം. മെയ് സിത്താരയുടെ അനുഭവങ്ങളും ചുറ്റുപാടും കാണുന്ന കാഴ്ചകളും എല്ലാമാണ് ഈ കഥയിലുള്ളത്. നമുക്ക് കഥ നോക്കാം. കഥയുടെ പേര് നോക്കൂ, പൂമ്പാറ്റുമ്മ അല്ലേ? ഉമ്മ എന്താണെന്നറിയാമോ? അറിയാമല്ലോ. അമ്മ നിങ്ങൾക്ക് ഉമ്മ തരാറില്ലേ? അമ്മയ്ക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമാണ് ഉമ്മ. നിങ്ങൾ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കാറുണ്ടോ? ഉണ്ട് അല്ലേ? സ്കൂളിൽ പോകുമ്പോഴും സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാലുമൊക്കെ അമ്മയ്ക്ക് ഉമ്മ കൊടുക്കണം. അപ്പോൾ ഉമ്മ എന്താണെന്ന് നിങ്ങൾക്കറിയാം. പൂമ്പാറ്റുമ്മ എന്തായിരിക്കും? നമുക്ക് നോക്കാം. ഒരു പൂമ്പാറ്റക്കുട്ടൻ ഒരു ദിവസം പറന്ന് നടക്കുമായിരുന്നു. അവനങ്ങനെ പറന്ന് എൻ്റെ ഊഞ്ഞാലയിൽ വന്നിരുന്ന് ഊഞ്ഞാലാടി. ആരും കൂട്ടില്ലാതായപ്പോൾ അവന് ബോറടിച്ചു. പാവം. എന്നിട്ട് ഊഞ്ഞാലുമ്മേന്നിറങ്ങി മുറ്റത്താകെ പറന്നു നടന്നു. ആരാണ് പറന്നു നടക്കുന്നത്? പൂമ്പാറ്റക്കുട്ടൻ. പൂമ്പാറ്റക്കുട്ടൻ പറന്ന് എവിടെയാണ് വന്നിരുന്നത്? ഊഞ്ഞാലയിൽ അല്ലേ? പൂമ്പാറ്റ ഊഞ്ഞാലാടുമോ? എന്താണ് സുട്ടു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ടാവുക? പറന്ന് പൂമ്പാറ്റ ഊഞ്ഞാലയിൽ വന്നിരുന്നു അല്ലേ? ഊഞ്ഞാലയിൽ വന്നിരുന്നപ്പോഴാണ് അതിങ്ങനെ കാറ്റത്ത് മെല്ലെ ആടുന്നുണ്ടാവും, ഊഞ്ഞാല് അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പൂമ്പാറ്റ ഊഞ്ഞാലിലിരുന്ന് ആടി എന്ന് സുട്ടു പറയുന്നത്. എന്നിട്ട് കുറച്ച് സമയം ആടിയപ്പോഴേക്കോ അവന് ബോറടിച്ചു. ആരും കളിക്കാനില്ലാതായപ്പോൾ അവൻ ഊഞ്ഞാലുമെന്നിറങ്ങി വീണ്ടും അവിടെ പറന്നു നടക്കാൻ തുടങ്ങി അല്ലേ? മുറ്റത്താകെ പറന്നു നടന്നു. മഴ നനഞ്ഞ് പൂവുകളൊക്കെ ഉറങ്ങുമായിരുന്നു. പൂമ്പാറ്റക്കുട്ടന് കളിക്കാൻ ആരെയും കിട്ടിയില്ല. അവന് കുറേ വിഷമമായി. എന്തുകൊണ്ടാണ് പൂമ്പാറ്റക്കുട്ടന് വിഷമമായത്? കളിക്കാൻ ആരെയും കിട്ടിയില്ല അല്ലേ? പൂമ്പാറ്റക്കുട്ടൻ്റെ കൂട്ടുകാരായിരുന്നു? പൂക്കൾ എന്തു ചെയ്യുന്നു? ഉറങ്ങുകയാണല്ലേ? പൂക്കൾ മഴയൊക്കെ നനഞ്ഞുകൊണ്ട് ഇങ്ങനെ വാടിക്കിടക്കുന്നു. അത് കണ്ടിട്ടാണ് പൂക്കൾ ഉറങ്ങുകയാണ് എന്ന് പറയുന്നത്. പൂക്കൾ ഇങ്ങനെ ഉറങ്ങുന്നത് കണ്ടിട്ട് കൂട്ടുകാരില്ലാത്തതിനാൽ, കളിക്കാൻ ആരുമില്ലാത്തതിനാൽ പൂമ്പാറ്റക്കുട്ടന് വിഷമമായി. എന്നിട്ടേ ആ പൂമ്പാറ്റക്കുട്ടൻ ആരെയും കാണാതെ പിന്നെയും വിഷമിച്ച് നടന്നു. അപ്പോഴേ സുട്ടു മുറ്റത്തേക്ക് ഓടിച്ചെന്നു. പൂമ്പാറ്റക്കുട്ടന് സന്തോഷമായി. ആരാ മുറ്റത്തേക്ക് ഓടിച്ചെന്നത്? സുട്ടു അല്ലേ? പൂമ്പാറ്റ ഇങ്ങനെ മുറ്റത്തിങ്ങനെ പറന്ന് നടക്കുന്നത് കണ്ടപ്പോൾ സുട്ടുവിന് കൗതുകമായി അല്ലേ? പൂമ്പാറ്റയെ കാണാൻ വേണ്ടിയിട്ട് അവൻ മുറ്റത്തേക്ക് ഇറങ്ങി. അപ്പോൾ പൂമ്പാറ്റക്കുട്ടൻ സുട്ടുവിനെ കണ്ടപ്പോൾ സന്തോഷത്തോടെ അവൻ്റെ അടുത്തേക്ക് പറന്നു വന്നു അല്ലേ? അവൻ പറന്ന് വന്ന് സുട്ടുവിൻ്റെ നെറ്റിത്ത് ഒരു ഉമ്മ തന്നു. ആരാ ഉമ്മ കൊടുത്തത്? പൂമ്പാറ്റക്കുട്ടൻ. ആർക്ക്? സുട്ടുവിൻ്റെ അല്ലേ? സുട്ടുവിന് എവിടെയാണ് ഉമ്മ കൊടുത്തത്? നെറ്റിത്ത്. ചെറിയ കുട്ടികൾ സംസാരിക്കുന്നത് കണ്ടിട്ടില്ലേ? നെറ്റിയിൽ അല്ലേ? നെറ്റിക്ക് എന്ന് പറയുന്നതിനാണ് നെറ്റിത്ത് എന്ന് പറഞ്ഞത് അല്ലേ? നെറ്റിത്തൊരു ഉമ്മ തന്നു. ആരാ ഉമ്മ കൊടുത്തത്? പൂമ്പാറ്റ അല്ലേ? പൂമ്പാറ്റക്കുട്ടൻ. എന്നിട്ട് അമ്മയുടെ കവിളത്ത് കൺപീലി കൊണ്ട് കുഞ്ഞനൊരു ഉമ്മ കൊടുത്തു സുട്ടു. അപ്പോൾ സുട്ടിന് നല്ല സന്തോഷമായി പൂമ്പാറ്റ ഉമ്മ കൊടുത്തപ്പോൾ. സുട്ടു എന്ത് ചെയ്തു? സുട്ടുവിൻ്റെ അമ്മയുടെ കവിളിൽ ഉമ്മ കൊടുത്തു അല്ലേ? ഒരു പൂമ്പാറ്റുമ്മ. ഒരു നേരത്തെ പൂമ്പാറ്റ എങ്ങനെയാണോ അവൻ്റെ നെറ്റിയിൽ തട്ടി പറന്നു പോയത്, പൂമ്പാറ്റ ഉമ്മ കൊടുത്തതാണോ സുട്ടുവിന്?
അല്ല, അവൻ്റെ നെറ്റിയിൽ വന്ന് പറന്ന് ഒന്ന് മുട്ടി അങ്ങ് പോയതാണ്. അത് കണ്ടപ്പോഴാണ് തനിക്ക് പൂമ്പാറ്റ ഉമ്മ തന്നതായിട്ട് അവന് തോന്നിയത് അല്ലേ. അതുപോലെ ഒരു കുഞ്ഞുമ്മ അവൻ അമ്മയുടെ കവിളിലും നൽകി. അതുകൊണ്ടാണ് പൂമ്പാറ്റയെ പോലെ അത്രയും സോഫ്റ്റായ പൂമ്പാറ്റയുടെ സ്പർശനം എത്രമാത്രം മൃദുലമാണോ, എത്രമാത്രം സോഫ്റ്റാണോ, അതുപോലെ നനുത്ത ഒരു ഉമ്മയാണ്, കുഞ്ഞുമ്മയാണ് സുട്ടു അമ്മയുടെ കവിളിൽ നൽകിയത്. പൂമ്പാറ്റ നൽകിയ ഉമ്മ പോലെ അല്ലേ. അതുകൊണ്ടാണ് പൂമ്പാറ്റുമ്മ എന്ന് പറഞ്ഞത്. ആരാണ് ഈ കഥ എഴുതിയത്? മെയ് സിത്താര. കണ്ടോ, അവിടെ എഴുതിയത് പേര് കണ്ടോ? സുട്ടു പറഞ്ഞ കഥകൾ എന്നാണ് അതിൻ്റെ പേര്. മെയ് സിത്താരയുടെ പേരാണ്, വീട്ടിൽ വിളിക്കുന്ന പേരാണ് സുട്ടു അല്ലേ. സുട്ടു പറഞ്ഞ കഥകൾ എന്നുള്ളത് അവൾ കുഞ്ഞായിരുന്നപ്പോൾ അവൾ എഴുതിയതല്ല, അവൾ പറഞ്ഞു കൊടുത്ത് എഴുതിയ കഥകളാണ്. കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? എന്നാൽ നമുക്ക് പ്രവർത്തനങ്ങൾ നോക്കാം. വർത്തമാനം പറയുമ്പോൾ ഉപയോഗിക്കുന്ന എന്തെല്ലാം വാക്കുകൾ ഈ കഥയിൽ നിന്നും കണ്ടെത്താനാവും? ഒരൂസം അല്ലേ, നമ്മൾ ഒരു ദിവസം എന്നൊക്കെ പറയുന്നില്ലേ, അതാണ് ഒരൂസം. എന്നിട്ട് അല്ലേ, എന്നിട്ട് എന്നൊക്കെ പറയുന്നത് പോലെ. കുറേ, എന്നിട്ടേ അല്ലേ, അപ്പോഴേ, അതൊക്കെ കഥ പറയുമ്പോഴൊക്കെ അല്ലേ, കുഞ്ഞുങ്ങൾ സംസാരിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അടുത്തത്, പൂമ്പാറ്റയ്ക്ക് സങ്കടം വരാൻ എന്താണ് കാരണം? കളിക്കാൻ ആരെയും കൂട്ടിന് കിട്ടാതായപ്പോഴാണ് പൂമ്പാറ്റയ്ക്ക് സങ്കടം വന്നത്. പൂമ്പാറ്റ എപ്പോഴാണ് സന്തോഷിച്ചത്? സുട്ടു മുറ്റത്തേക്ക് ഓടിച്ചെന്നത് കണ്ടപ്പോഴാണ് പൂമ്പാറ്റയ്ക്ക് സന്തോഷമായത്. ഈ കഥ വായിച്ചപ്പോൾ മനുഷ്യരുടെ സഹോദരങ്ങളായി ആരൊക്കെ വരാമെന്നാണ് നിങ്ങൾ കണ്ടെത്തിയത്? പൂക്കളും പൂമ്പാറ്റകളുമൊക്കെ അല്ലേ. സിത്താരയുടെ അനുഭവം വായിച്ചപ്പോൾ നമുക്കത് നമ്മുടെ അനുഭവമായി തോന്നിയില്ലേ? നിങ്ങളും നിങ്ങളുടെ അനുഭവം എഴുതൂ. ഒരു ദിവസം ഞാൻ പൂന്തോട്ടത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പൂവിന് ചുറ്റും ഒരു പൂമ്പാറ്റ പറക്കുന്നത് ഞാൻ കണ്ടു. അതിൻ്റെ ചിറകുകൾക്ക് എന്ത് ചന്തമാണ്! പല നിറങ്ങളിലുള്ള പുള്ളികൾ. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ പൂമ്പാറ്റ എൻ്റെ കയ്യിൽ വന്നിരുന്നു. പൂമ്പാറ്റ അതിൻ്റെ കുഞ്ഞു കാലുകൾ കൊണ്ട് എന്നെ ഇക്കിളിയാക്കി. പിന്നെ അത് എൻ്റെ തലയ്ക്ക് ചുറ്റും പറന്നു കളിച്ചു. കുറച്ചു സമയം പറന്ന് കളിച്ചതിന് ശേഷം അത് പറന്നുപോയി. അർത്ഥം: ഒരുസം, ഒരു ദിവസം. എന്നിട്ട്, നെറ്റിത്ത്, നെറ്റിയിൽ. പര്യായം: പൂമ്പാറ്റ, ശലഭം, പതയം. മുറ്റം, അങ്കണം, അജിരം. നെറ്റി, ഫാലം, ലലാടം. പിരിച്ചെഴുതുക: വന്നിരുന്ന്, വന്ന് പ്ലസ് ഇരുന്ന്. ഓടിച്ചെന്ന്, ഓടി പ്ലസ് ചെന്ന്. പൂമ്പാറ്റ കുട്ടൻ, പൂമ്പാറ്റ പ്ലസ് കുട്ടൻ. ഇനി നമുക്ക് അടുത്ത പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.